എനർജിടെക്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ വാശി മാറ്റിയെടുക്കാൻ പറ്റിയ വളരെ ഫലപ്രദമായിട്ടുള്ള 10 തെറാപ്പികൾ, 10 മാർഗങ്ങളാണ്. ഈ മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ വാശി, അമിത വാശി, ദുശ്ശാഠ്യം മാറ്റിയെടുക്കാൻ പറ്റും. കുട്ടികൾ കാണിക്കുന്ന ഈ ടെമ്പർ ടാൻട്രം, അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഈ കുട്ടികൾ വാശി കാണിക്കുന്നത്, ഒന്ന്, കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയോ, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ആവശ്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടിയോ അവർ കാണിക്കുന്ന പ്രവൃത്തികളാണ് ഈ വാശി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഒന്നാമത്തെ തെറാപ്പി, ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ടാൻട്രം ട്രിഗേഴ്സ്. കുട്ടികൾ വാശി പിടിക്കാൻ ഓരോ കുട്ടികളിലും വ്യത്യസ്ത കാരണങ്ങളാണ്. അപ്പോൾ ചില കുട്ടികൾ വാശി പിടിക്കാൻ ശാരീരിക കാരണങ്ങളുണ്ടാകാം, മാനസിക പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഈ ADHD പോലെ ശ്രദ്ധക്കുറവുള്ള കുട്ടികളുണ്ടാകാം, അതുപോലെ CD കണ്ടക്ട് ഡിസോർഡർ, ബിഹേവിയറൽ പ്രോബ്ലം, പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാകാം, അതുപോലെ ഈ ഓട്ടിസം പോലെയുള്ള പിന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലമുള്ള കുട്ടികളുണ്ടാകാം, അതുപോലെ പിന്നെ ഈ ബ്രെയിൻ ഇൻഫെക്ഷൻ, ബ്രെയിൻ ഇഞ്ചറി, പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അതുപോലെ പിന്നെ വികസനം കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം. ഈ കുട്ടികളിലൊക്കെ ഇങ്ങനെയുള്ള വാശി, അമിതമായ വാശി കാണാറുണ്ട്. അതുപോലെ ഈ ഫോൺ അഡിക്ഷൻ, അതുപോലെ ഗെയിം അഡിക്ഷൻ, അതുപോലെ ഡ്രഗ് അഡിക്ഷൻ, ഇതുപോലുള്ള ആളുകളിലും ഇതുപോലുള്ള ദുശ്ശാഠ്യം, അമിതമായ വാശികൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതിന് വളരെ ഫലപ്രദമായ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക. കുട്ടി വാശി പിടിക്കാൻ കാരണം എന്താണ്? ഈ കാരണങ്ങളല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളും ഉണ്ടാകാം. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം, സുഹൃത്തുക്കൾക്കിടയിൽ, അല്ലെങ്കിൽ മദ്രസയിലോ സ്കൂളിലോ അധ്യാപകരിൽ നിന്നോ, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ പരിഹാസങ്ങളോ നേരിടേണ്ടി വന്ന കുട്ടികൾക്ക് അത് റിയാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് വീടുകളിലോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് വാശി, അമിത വാശി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ വാശി പിടിക്കുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളിലെ വാശി മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഡീഡയറക്റ്റാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ നമുക്കിത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. വാശി പിടിക്കുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പരിപാടിയിലോ അല്ലെങ്കിൽ തിരക്കിട്ട് പോകുന്ന സമയത്തായിരിക്കും എനിക്ക് ഐസ്ക്രീം വേണം, മിഠായി വേണം, അല്ലെങ്കിൽ ആ വസ്ത്രം വേണം, ഈ വസ്ത്രം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. നമുക്ക് ആ സമയത്ത് ഒരിക്കലും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി, പഴയ കാലത്തുള്ള ആളുകൾ ഇതാ പൂച്ചയെ നോക്ക്, ഇതാ കാക്കയെ നോക്ക്, ഇതാ മേലെ നോക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രദ്ധ മാറ്റുന്നൊരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കുട്ടിയുടെ ശ്രദ്ധ ഡീഡയറക്റ്റ്, അതായത് ഡയറക്ഷൻ മാറ്റിവിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ശ്രദ്ധ വാശി പിടിക്കുന്ന ആ മൊമെൻറ്റ്, ആ ഒരു വിഷയത്തിൽ നിന്ന് കുട്ടിക്ക് ഇഷ്ടമുള്ള കളികളോ വസ്തുക്കളോ പറഞ്ഞ് ആ ഭാഗത്തേക്ക് കുട്ടിയുടെ ശ്രദ്ധ മാറ്റിയാൽ വാശി നമുക്ക് ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊന്നാണ് കൊഡാക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടികൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കാണിച്ച് എന്ത് രസമുണ്ട് ഈ വസ്ത്രം, അല്ലെങ്കിൽ കുട്ടികളെ കാലോ അല്ലെങ്കിൽ മറ്റുള്ള മുടി നന്നായിട്ടുണ്ടല്ലെങ്കിൽ മുടി ചീകിയത് ഇങ്ങനെ കുട്ടികളെ ശരീരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചോ, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ ചെയ്ത നല്ല പ്രവൃത്തികൾ നമുക്ക് ആ സമയത്ത് പറയാം. എന്നാലൊന്ന് കുട്ടി എനിക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിത്തന്നു, ഇത്ര മാർക്ക് പഠിച്ച് വാങ്ങി, ഇങ്ങനെ നല്ല വാക്കുകളൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ നല്ല മൊമെൻറ്റുകൾ കുട്ടിയെ ഓർമ്മപ്പെടുത്തുകയും ആ കുട്ടിയെ ആ വാശിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നമുക്ക് മറ്റൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നാലാമത്തത് എന്ന് പറയുന്നത് റീക്രിയേറ്റ് ആക്ട്. അതായത് ഇത് കുറച്ചും കൂടി പരിശീലനം നമുക്ക് ആവശ്യമാണ്. ഈ വാശി പിടിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ ഒരു ആക്ടിങ് മാത്രമാണ്, ഇതൊരിക്കലും നമ്മൾ റിയലൈസ് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഒരു റോൾ മോഡൽ, നമ്മൾ തെറ്റായ മെസ്സേജ് കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടി വാശി പിടിക്കുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ പറയുന്നത് പോലെ നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കുക കുട്ടിയെ. അത് ആ സമയത്ത് കുട്ടിക്ക് തന്നെ ഒരു ബോധ്യപ്പെടും, ഇത് തെറ്റാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര വിഷമമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിയോട് പറയാം, ഇതുപോലെ തന്നെയാണ് മോന് വാശി പിടിക്കുന്ന സമയത്ത് നമുക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് മോന് ആവശ്യമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെയല്ല പ്രതികരിക്കേണ്ടത്, താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറേണ്ടത് ഇങ്ങനെയല്ല, ഈ രൂപത്തിലാണ് പറയേണ്ടത്, ഈ രൂപത്തിലാണ് പ്രതികരിക്കേണ്ടതെന്ന് കുട്ടിയെ ഒരു റിയാക്ടിങ്ങിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ്. മറ്റൊന്നതാണ് ടൈം ഔട്ട്. അത് ചെറിയ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫലം ചെയ്യും, വലിയ കുട്ടികളിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കരഞ്ഞു, നിലത്ത് വീണ് കരഞ്ഞ് മതിലൊക്കെ തലയടിച്ചു ബഹളം വെച്ച് ഒച്ച വെച്ച് കരയുന്ന കുട്ടികൾ, ആ സമയത്ത് നമുക്ക്
അപകടകരമായ ഒരു വസ്തുക്കളില്ലാത്ത ഒരു റൂമിൽ കൊണ്ടുപോയി ആ കുട്ടി ഇടുകയോ, അല്ലെങ്കിൽ റൂമിലാണ് കരയുന്നത് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി, ചെറിയൊരു ശ്രദ്ധ ആവശ്യമാണ്. കുട്ടിയുടെ വാശി പിടിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല. ഈ രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നെ വാശിയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ 1-2 ദിവസം കാണിക്കും, പിന്നെ കഴിഞ്ഞാൽ അത് പതുക്കെ ആ വാശി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ടൈം ഔട്ട് ചെയ്യാം, പൂർണ്ണമായി ഇഗ്നോർ ചെയ്യുക. ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നിലക്കും ശ്രദ്ധിക്കാതിരിക്കുക. കുട്ടിയുടെ വാശി പിടിക്കുന്ന അവൻ പറയുന്നതിലേക്കോ അവൻ കാണിക്കുന്ന പ്രവൃത്തിയിലേക്കോ ശ്രദ്ധിക്കാതിരിക്കുക. മറ്റൊന്നാണ് 6ാമത്തത് റിമൈൻ കാൾം. അതായത് നമ്മൾ ഡൂസുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് വാശി പിടിക്കുന്ന കുട്ടിയോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അതായത് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയോ, തെറി പറയുകയോ, ചീത്ത പറയുകയോ, വഴക്ക് പറയുകയോ, ദേഷ്യം പിടിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളും തെറ്റായൊരു മെസ്സേജാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് നമ്മളോട് ഒരാൾ ദേഷ്യം പിടിക്കുമ്പോൾ തിരിച്ചും നമ്മൾ ദേഷ്യം പിടിക്കണം. നമ്മളോട് ഒരാൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചും വാശി പിടിക്കണം. എന്നാലേ അവിടെ നമുക്ക് പരിഹാരമുണ്ടാക്കും പറ്റും എന്നുള്ള തെറ്റായൊരു മെസ്സേജാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ വളരെ ശാന്തനായി, ചിന്തിക്കുന്നത് പോലെ ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടെ, കുട്ടിയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കാതെ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് നോക്കിയിരിക്കുക ശാന്തനായി. ആ സമയത്ത് കുട്ടി പിന്നെ ഓട്ടോമാറ്റിക്കായി കൂൾ ഡൗൺ ആവും, വാശിയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ആളുകൾ പരീക്ഷണം നടത്തി വിജയിച്ച തെറാപ്പികളാണ്. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു തരുന്ന അറിവുകളല്ല. 7ാമത്തത് എന്ന് പറയുന്നത് ടൈം ഇൻ ആണ്. ഇത് മുതിർന്ന കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വാശി പിടിക്കുന്ന ആ സമയത്ത് തന്നെ കുട്ടിയുടെ പുറത്തൊന്ന് തട്ടി, അല്ലെങ്കിൽ ഒന്നൊരു ഉമ്മ വെച്ച് കൊടുത്ത് തലയിലൊന്ന് തടവി കുട്ടിയെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ, മോന് പിന്നെ വാപ്പാൻ്റെ മോനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് കൂടെ കൂട്ടി ആ കുട്ടിയുടെ കൂടെ നിന്ന് ആ കുട്ടിയുടെ വാശി മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാ കുട്ടികളും ഇത് കഴിയില്ലെങ്കിലും ചില കുട്ടികളിലൊക്കെ ഈ ഒരു തെറാപ്പി വലിയ ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. 8ാമത്തത് ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞത് അവാർഡ് കൊടുക്കുക, അതായത് സമ്മാനം കൊടുക്കുക. ഈ വാശി പിടിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാം, മോന് ഒരാഴ്ച വളരെ ഭംഗിയായി വാശിയൊന്നും പിടിക്കാതെ നല്ല പെരുമാറ്റത്തോടുകൂടെ മോന് സ്കൂളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കൃത്യമായ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, മോൻ ഞാൻ ഇന്ന് സമ്മാനം തരാം, പക്ഷേ നമ്മൾക്ക് കഴിയുന്ന സമ്മാനങ്ങളെ കൊടുക്കാവൂ. പറഞ്ഞ പ്രോമിസ് ചെയ്ത സമ്മാനം കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കുമ്പോൾ അവിടെയും തെറ്റായൊരു മെസ്സേജ് വരും. കളവ് നമ്മളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതും ശീലമാക്കി മാറ്റരുത്. എപ്പോഴും എല്ലാ വിഷയത്തിനും സമ്മാനം കൊടുക്കുക എന്നുള്ള രൂപത്തിലാവരുത്. ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുട്ടിയെ ഈ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും നോക്കാതെ എനിക്ക് സമ്മാനം കിട്ടിയാലേ ഞാൻ ചെയ്യുന്ന രൂപത്തിലാവും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 9ാമത്തത് എന്ന് പറയുന്നത് ഇൻസൈറ്റാണ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഡ്രഗ്സ്, ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് പിന്നെ അവരെ മറ്റുള്ള ആളുകളെ, പോലീസ്, ഇവിടുത്തെ സംവിധാനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക. ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതേസമയത്ത് അവിടെ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിലും, ഈ ഫോൺ അഡിക്റ്റായ കുട്ടികളാണെങ്കിലും, അതുപോലെ ഗെയിം അഡിക്റ്റായ കുട്ടികളാണെങ്കിലും, ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതായത് ഇവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി, റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴി ഡ്രഗ്സ് അഡിക്ഷൻ ആണെങ്കിലും അതുപോലെ മൊബൈൽ അഡിക്ഷൻ ആണെങ്കിലും ആ കുട്ടികൾക്ക് ബദൽ സംവിധാനങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ട്രിഗർ ഉണ്ടാകും, അഡിക്റ്റ് ആവാൻ ഒരു ട്രിഗർ ഉണ്ടാവും. അപ്പോൾ ട്രിഗർ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തിയാൽ ഇത്തരത്തിലുള്ള മോശമായ ടാൻട്രം പോലെയുള്ള ദുഷ്യാഢ്യങ്ങളിൽ നിന്നും അമിതവാശിയിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ 10ാമത്തത് എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റിംഗ് ആണ്, വിഷ്വലൈസിങ്. അതായത് ഈ ചില കുട്ടികൾക്ക് വാശിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും വാശി ഇല്ലാത്ത കുട്ടിയായി മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുട്ടിയെ കൊണ്ട് സാധിക്കുന്നില്ല. കുട്ടി അങ്ങനെ ശീലിച്ചു, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷ്വലൈസിങ് എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഡിസോർഡറുള്ള കുട്ടികൾ നമുക്ക്, അതുപോലെ പെരുമാറ്റത്തിൽ പ്രശ്നമുള്ള കുട്ടികളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നല്ല ശാന്തമായൊരു സ്ഥലത്ത് പോയിരുന്ന് ബ്രീത്തിങ് ഇൻ ഔട്ട് ചെയ്ത് പിന്നെ വളരെ ശാന്തനായി ആ കുട്ടി കണ്ണൊക്കെ അടച്ചു, പിന്നെ അവൻ്റെ മനസ്സിൽ അവൻ സാധാരണഗതിയിൽ വാശി പിടിക്കുന്ന ആ ഒരു മൊമെൻ്റ് അവൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ പറയാം. അതേസമയത്ത് സാധാരണഗതിയിൽ ആ ഒരു മൊമെൻറ്റിൽ അവൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്തിരുന്നത് ആ ഒരു പിന്നെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റി വളരെ നല്ല ശാന്തനായ രൂപത്തിൽ അവൻ പെരുമാറുന്നു. വാശികളൊന്നും ഇല്ലാതെ
ശാന്തനായ രൂപത്തിൽ വളരെ മാന്യമായ രൂപത്തിൽ രക്ഷിതാക്കൾ പെരുമാറുന്നതായി അവൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ പറയാം. അങ്ങനെ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ കൂടി വന്ന ഒരാഴ്ചത്തോളം ഇതുപോലെ മനസ്സിൽ ഒരു വിഷ്വലൈസിങ് നടത്തിയാൽ ഈ കുട്ടികളിൽ പൂർണ്ണമായി നമുക്ക് ഏത് കുട്ടികളാണെങ്കിലും നമുക്ക് തിരിച്ചറിയുന്ന ആ പ്രായത്തിൻ്റെ കുട്ടികളാകണം. ഇതിന് മുതിർന്ന കുട്ടികളാകുമ്പോഴാണ് ഇത് ഫലം ചെയ്യുക കുട്ടികൾ. അപ്പോൾ ഈ വഴികളൊക്കെ പരീക്ഷണം നടത്തിയാൽ തീർച്ചയായും കുട്ടികളിലെ വാശി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല നല്ല വിഷയങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ലൈക്ക് ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ പിന്നെ വീടുകളിലോ വാശിയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കും. അതുപോലെ എന്താണെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഈ രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം. ശുക്രൻ. അൽഹംദുലില്ലാ.